അങ്കമാലി ടൗണിന് സമീപം പാറക്കുളത്ത് വീട്ടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത് ഷോർട്ട് സർക്യൂട്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പാറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനുമോൾ, ഇവരുടെ 2 മക്കൾ എന്നിവരാണ് മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് സംഭവം. വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിലെ വയറിംഗ് സംവിധാനങ്ങൾക്ക് വന്ന കേടുപാടാണ് ഷോർട്ട് സർക്യൂട്ടിന് കാരണമായതെന്നാണ് സൂചന. മാത്രമല്ല, ഈ വീട്ടിൽ ELCB അഥവാ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സംവിധാനം ഇല്ലായിരുന്നുവെന്നും വിവരങ്ങളുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യം പുക ഉയരും. ഈ പുക ശ്വസിച്ച് മുറിയിലുണ്ടായിരുന്നവർ അബോധാവസ്ഥയിലായിട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ തീ പടർന്നപ്പോൾ ഇവർക്ക് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. അതായത് വിവിധ ഏജൻസികളടക്കം പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുകയാണ്. വിശദമായ പരിശോധനയ്ക്ക് പിന്നാലെ മാത്രമേ അപകടത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാകുകയുള്ളൂ എന്നാണ് വിവരങ്ങൾ. അതായത് അപകടം നടന്ന വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേസമയം മോഡമടക്കം കത്തിപ്പോയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. ഹാർഡ് ഡിസ്ക് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മുറിയിലുണ്ടായിരുന്ന AC-യുടെ സ്റ്റെബിലൈസർ പൊട്ടിച്ചെറിച്ചതാണോ അപകടത്തിന് കാരണമെന്നതും അന്വേഷിക്കുന്നുണ്ട്. അതായത് 3 വർഷം മുമ്പ് ഈ വീടിനോട് ചേർന്നുള്ള ജാതിക്ക സംഭരണ കേന്ദ്രത്തിലും ഇങ്ങനൊരു തീപിടുത്തം നടന്നിരുന്നു. ഇതുകൂടാതെ ഷോർട്ട് സർക്യൂട്ടിന് പ്രധാന കാരണമാകുന്നതാകട്ടെ എയർ കണ്ടീഷനുകളും മറ്റും ഒന്നിച്ച് പ്രവർത്തിച്ചുണ്ടായേക്കാവുന്ന ഓവർലോഡിംഗ് ആണെന്നും വിവരങ്ങളുണ്ട്. അതായത് സാധാരണ കെട്ടിടങ്ങളിലെ വയറിങ്ങിന് താങ്ങാനാകുന്ന ലോഡിംഗ് പരിധിയുണ്ട്. എന്നാൽ ലോഡ് താങ്ങാനുള്ള കഴിവിന്റെ പരമാവധിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സർക്യൂട്ടിലും ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫാൻ ഉൾപ്പെടെയുള്ള വിവരണങ്ങളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. എയർ കണ്ടീഷണർ ഉരുക്കി താഴേക്ക് പതിച്ചു എന്നാണ് വിവരങ്ങൾ. 4 ജനലുകളും പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുകയാണ്. മുകളിലെ നിലയിൽ ഒരു വലിയ കിടപ്പുമുറിയും ഒരു ചെറിയ ഹാളും മറ്റൊരു ചെറിയ മുറിയുമാണുള്ളത്. ഇതെല്ലാം തന്നെ കത്തി ചാമ്പലായിരിക്കുന്നു. സംഭവത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ജാതിക്കാമുത്ത കച്ചവടക്കാരനായ ബിനീഷും കുടുംബത്തിനും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അലട്ടിയിരുന്നില്ല. രാവിലെ 4:30യോടെയാണ് ബിനീഷിന്റെ അമ്മ ചിന്നമ്മ പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റപ്പോൾ മുകൾ നിലയിൽ നിന്നും ശബ്ദം കേൾക്കുന്നത്. ചിന്നമ്മ ഉടൻ തന്നെ ജോലിക്കാരനായ നിരഞ്ജനെ വിളിച്ചുണർത്തിയിരുന്നു. ഇരുവരും ചേർന്ന് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടർന്നു. ഈ സമയം പത്രക്കെട്ടെടുക്കാനായി ഇതുവഴി പോയ ഏജന്റ് ഏലിയാസ് തീ കണ്ട അയൽവാസികളെയും അഗ്നിരക്ഷാ സേനയും ഒക്കെ അറിയിക്കുകയായിരുന്നു. നാട്ടുകാരെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ശക്തമായി തീ പിടിച്ചതോടെ മുറിയുടെ സമീപത്തേക്ക് പോകാനാകാത്ത സ്ഥിതി വരെ ഉണ്ടായി. അതായത് അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചപ്പോഴേക്കും 4 പേരും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അതേസമയം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക തീപിടുത്തങ്ങളിലും പ്രാഥമിക അന്വേഷണം മിക്കവാറും വിരൽ ചൂണ്ടുന്നത് ഷോർട്ട് സർക്യൂട്ടിലേക്ക് തന്നെയാണ്. അതായത് ഏതൊരു തീപിടുത്തത്തിലെയും സ്ഥിരം പ്രതി തന്നെയാണ് ഷോർട്ട് സർക്യൂട്ട്. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സാധാരണഗതിയിൽ 3 വയറുകളുണ്ട്. ഒരു ഫേസും ഒരു ന്യൂട്രൽ പിന്നെ ഒരു എർത്തുമാണുള്ളത്. അതായത് കറണ്ട് കടന്നു പോകാവുന്ന ഫേസ് വയറിലെ കമ്പി ഏതെങ്കിലും കാരണവശാൽ ന്യൂട്രൽ വയറിലെ കമ്പിയുമായി സമ്പർക്കത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെ അറിയപ്പെടുന്നത്. അത് സാധാരണ ഇത്തരം വയറുകളിലൂടെ പ്രവഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി കറണ്ട് പ്രവഹിക്കാൻ തന്നെ കാരണമാകും. ഇങ്ങനെ അമിതമായി പ്രവഹിക്കുന്ന കറണ്ടിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കെട്ടിടത്തിലെ വയറിങ്ങിൽ ഇല്ലെങ്കിൽ അത് കാരണം വയർ ഉരുകിപ്പോകാനും അതിന് പരിസരത്ത് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ തീ പിടിപ്പിക്കാനും ഇത് കാരണമാകും. ഇതാണ് ഷോർട്ട് സർക്യൂട്ട് എന്നറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ ചില സമയങ്ങളിൽ നമുക്ക് ചില മുന്നറിയിപ്പുകളൊക്കെ കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ ഷോർട്ട് സർക്യൂട്ടിന് മുമ്പ് തന്നെ നമുക്ക് ചില മുന്നറിയിപ്പൊക്കെ കിട്ടാറുണ്ട്. ഈ മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുക എന്നത് തന്നെയാണ് നാം ചെയ്യേണ്ട പ്രധാന കാര്യം. അതായത് കെട്ടിടത്തിൽ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് പല വിധത്തിലാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതിനെ അവഗണിക്കാതെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പ്രധാനമായിട്ടുള്ള കരുതൽ. അതായത് MCBകൾ ഇടയ്ക്കിടെ ട്രിപ്പ് ആവുക, ലൈറ്റുകളെല്ലാം മിന്നി മിന്നി കത്തുക, വൈദ്യുതി സോക്കറ്റുകളുടെ വെള്ള നിറം മാറുക, അതുപോലെ കരിഞ്ഞ പ്രതീതി ഉണ്ടാവുക, സ്വിച്ചുകളും സോക്കറ്റുകളും ചൂടാവുക, സ്വിച്ചുകളിൽ നിന്നും മറ്റും ചെറിയ ഷോക്കുകൾ കിട്ടുക, സ്വിച്ചുകളും സോക്കറ്റുകളും മറ്റും കരിഞ്ഞു പോകുക. ഈ ലക്ഷണങ്ങളൊക്കെ വരാനിരിക്കുന്ന ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ തീപിടുത്തത്തിൻ്റെ മുന്നോടിയാണ് എന്നത് മനസ്സിലാക്കുക. ഇവയെ അവഗണിക്കാതിരിക്കുക. ഇനിയെങ്കിലും ഒരു തീപിടുത്തത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞതിന് പിന്നാലെ ഇതിൻ്റെ കാരണക്കാരൻ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാതെ അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ കണ്ടെത്തി അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ജീവൻ പോലും ഇനിയൊരു ഷോർട്ട് സർക്യൂട്ടിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.